റെക്കോർഡിംഗ് ഇപ്പം. ന്യൂസിലൻഡിലെ മോട്ടോർവേ എന്ന്, അതായത് നമ്മുടെ ഹൈവേയിലേക്ക്, ന്യൂസിലൻഡിലെ ഹൈവേയിലേക്ക് എങ്ങനെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെ സാധാരണ ലാൻഡ് റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ മോട്ടോർവേയിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ റോഡുകളിലൂടെ നമുക്ക് 50 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കാൻ പറ്റുള്ളൂ. മോട്ടോർവേയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ 100 കിലോമീറ്റർ സ്പീഡിലാണ്. മാത്രമല്ല നമുക്ക് വണ്ടി സൈഡിൽ ഒതുക്കാനോ നിർത്താനോ ഒന്നും സാധിക്കില്ല. മോട്ടോർവേയിൽ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ്, മീൻസ് എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് നമുക്ക് മോട്ടോർവേയിൽ വണ്ടി സൈഡ് ഒതുക്കി നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് എടുത്ത് പുറത്തു വന്ന് ഇതേപോലെയുള്ള ചെറിയ വഴികളിൽ വന്നിട്ട് മാത്രമേ വണ്ടി നിർത്താൻ പറ്റുള്ളൂ. പല സ്ഥലത്തും സ്പീഡ് ക്യാമറാസൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ അവിടെ ഒരു സ്പീഡ് ക്യാമറ വെച്ചിട്ടുണ്ട്, AI ക്യാമറ. നമ്മൾ 50 കിലോമീറ്റർ സ്പീഡിന് മുകളിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഫൈൻ വരും. മോട്ടോർവേയിലേക്കുള്ള സിഗ്നൽ തെളിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോവാം. ഇത് ഓക്ലൻഡ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ശരിക്കും. ന്യൂസിലൻഡിലെ ഓക്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് മെയിനായിട്ടുള്ള എയർപോർട്ട് വരുന്നത്. അതിനകത്തേക്ക് പോകുന്ന ഒരു വഴിയാണിത്. നമ്മൾ മോട്ടോർവേയിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ്. തുടക്കം തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് 100 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മോട്ടോർവേയിലേക്ക് കടന്നു. ഇവിടുത്തെ ഹൈവേ, അതായത് ന്യൂസിലൻഡിലെ ഹൈവേയിലേക്ക് നമ്മൾ കടന്നു. ഇപ്പോൾ സാമാന്യം ഒരു ചെറിയ തിരക്കുണ്ട്. നമ്മുടെ ന്യൂസിലൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ തിരക്കുണ്ട്. അതുകൊണ്ട് വണ്ടി പോകുന്നത് ഇപ്പോൾ 95 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ 4 ലൈനുണ്ട്. പക്ഷേ ഈ 4 ലൈനും ഓരോരോ സ്ഥലത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു പോകും. അത് കാരണം നമുക്ക് പോകേണ്ട ലൈൻ കറക്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്ത് ഓടിക്കണം ഇവിടെ. എല്ലാ വണ്ടികളും 95 കിലോമീറ്റർ സ്പീഡ് ആവറേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വണ്ടികൾ സ്പീഡിൽ പോകുന്നവരുണ്ട്. കാരണം അവർക്ക് ഇവിടുത്തെ സ്പീഡ് ക്യാമറയിൽ പിടിച്ചാലും പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഫൈൻ അടയ്ക്കാൻ അവർ തയ്യാറാണ്. അത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ സ്പീഡിൽ പോവാം. നമ്മുടെ നാട്ടിൽ പിക്കപ്പ് വാനുകളില്ല, അതേപോലുള്ളൊരു വാനാണ് ആ കടന്നു പോയത്. നമുക്ക് അതിനകത്ത് എക്സ്റ്റൻറ്റ് പോലെ പിടിപ്പിക്കാൻ പറ്റും. പിക്കപ്പ്, പെട്ടിവണ്ടി, അതേപോലെയുള്ള സാധനങ്ങൾ പോലത്തെ ഉള്ളൊരു വണ്ടിയാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഇവിടെ സാധാരണയായിട്ട് ഇങ്ങനെയാണ്, ഒരു കാറിൻ്റെ പുറകിൽ ഇതേപോലെ വെച്ച് കിട്ടിയ ഒരു ഹാങ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചാണ് പോകുന്നത്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും, കട്ടിൽ, അതേപോലെ അലമാര, ഫ്രിഡ്ജ്, ഇതൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇതേപോലുള്ള വണ്ടികളിലായിരിക്കും.
ന്യൂസിലൻഡിലെ ഹൈവേ അല്ലെങ്കിൽ മോട്ടോർവേ എന്ന് പറയുന്നത്. ഹാമിൽട്ടൺ അതേപോലെയുള്ള ഓക്ലൻഡിൽ നിന്ന് ഹാമിൽട്ടൺ ഒക്കെ പോകുന്ന വഴിയാണിത്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും എയർപോർട്ട് വരും. ഓക്ലൻഡ് എയർപോർട്ട് ഒരു 5 കിലോമീറ്റർ അടുത്താണ്. എക്സിറ്റ് ആണ് അല്ലേ? ഇവിടെ ട്രക്കുകൾക്ക് ഈ ഹൈവേയിലൂടെ 90 കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ട്രക്ക് വളരെ സ്ലോയിൽ പോണ പോലെ തോന്നിയത്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ലെഫ്റ്റ് ലൈൻ വെച്ചാണ് പോകുന്നത്. നമ്മൾ അവിടുന്ന് വേറൊരു ഹൈവേയിലേക്ക് മാറുകയാണ്. വേറൊരു മോട്ടോർവേയിലേക്ക് ചേഞ്ചായി. സൈഡിൽ കാണുന്നത് നമ്മൾ മോട്ടോർവേയിൽ എപ്പോഴും ലെഫ്റ്റ് എക്സിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള എക്സിറ്റ് ഉണ്ടാവില്ല. ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് അതിന് മുകളിൽ മേൽപ്പാലം പോലെ ഉണ്ടാവും. അതിൽ കൂടെ വേണം നമുക്ക് കടന്നു വരാൻ. ഇതൊക്കെ മോട്ടോർവേയിലേക്ക് കടന്നു വരുന്ന ഓരോ വഴികളാണ്. നമ്മൾ മോട്ടോർവേയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പോവാണ്. മോട്ടോർവേയിൽ നിന്ന് നമ്മൾ സാധാരണ റോഡിലേക്ക് എക്സിറ്റ് എടുക്കാൻ പോവാണ്. നമ്മൾ 100 മീറ്റർ അപ്പുറത്തേന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം. ഇൻഡിക്കേറ്റർ മസ്റ്റാണ്. ഇവിടെ എല്ലാ ടേണിങ്ങിലും ഇൻഡിക്കേറ്റർ മസ്റ്റാണ്. മോട്ടോർവേ എൻഡ് കഴിഞ്ഞു. ഇനി 50 കിലോമീറ്റർ സ്പീഡാണ്